25 പേര് ഡെയിലി ഒരാളത്ത് വചനം പറഞ്ഞ പുതിയ എത്ര പേര് വചനം കേൾക്കും? 25 പേര്. ഒരാൾ. വേറെ ഒന്നും പറയണ്ട, വേറെ ഒന്നും നിങ്ങൾ പറയണ്ട, വോട്ടിങ് ഒന്നും പറയണ്ട. ഒരാളുടെ എനിക്കൊരു ദൈവമുണ്ട് കേട്ടോ, യേശു ക്രിസ്തു മതി, മതി, അത്രയും മതി. എനിക്കൊരു ക്രിസ്തു ഉണ്ട്, എനിക്ക് വേണ്ടി മരിച്ചൊരു ദൈവമുണ്ട്, അതാണ് എന്നെ താങ്ങി നിർത്തുന്നതെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അക്രൈസ്തവമായിട്ട് പറയാൻ പറ്റി അത്രയും നല്ലത്. ഞാൻ ഇന്നലെ കാറ്റഗിസം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ ചോദിക്കാറ്, സാറേ അവർക്ക് ഫീൽ ചെയ്യത്തില്ല, നമ്മൾ അവരെ ഒന്ന് ഹേർട്ട് ചെയ്യണ്ട, അവരുടെ ദൈവം മോശമാണെന്നോ അല്ലെങ്കിൽ അവരുടെ ദൈവം ഇല്ലെന്നോ അങ്ങനെ ഒരു ദൈവം ഇല്ലെന്നോ ഒന്നും നമ്മൾ പറയണ്ട. നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല. എടാ എനിക്കൊരു ദൈവമുണ്ട്, അത് പറയുന്നതിന് കുഴപ്പമുണ്ട്. എനിക്കൊരു ദൈവമുണ്ട്, യേശു ക്രിസ്തു. ആ യേശു എനിക്ക് വേണ്ടി മരിച്ചു. ഇതാണ് സുവിശേഷം, വേറെ ഒന്നുമല്ല സുവിശേഷം. ഒരു ദൈവമുണ്ട്, ആ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു, അവൻ എനിക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് എനിക്ക് രക്ഷയുണ്ട്. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷം ഒരാളുടെ പറയുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വചനം പറയാൻ വന്നത് വേറെ കാര്യമാണ്, പക്ഷെ വന്ന് പരിശുദ്ധാത്മാവ് നയിക്കുന്നതിലോട്ട് ഞാൻ പോവുകയാണ്. നമുക്കൊരു തീരുമാനമെടുക്കാം, ഒരാളുടെങ്കിലും സുവിശേഷം പറയാം. ഡെയിലി ഒരാളുടെങ്കിലും എനിക്കൊരു ദൈവമുണ്ട്, അത് ക്രിസ്തുവാണെന്നും ആ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും പറയാൻ നമുക്ക് പറ്റും. നമ്മള് മരിച്ചു കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാ വിധിക്കപ്പെടുന്നത്? ഹല്ലേലൂയ. ഞാൻ ഇതൊന്നുമല്ല, പരിശുദ്ധാത്മാവെ നയിക്കണം. എങ്ങോട്ടും നമ്മൾ എങ്ങനെയാ വിധിക്കപ്പെടുന്നത്? കർത്താവ് എന്ത് ചോദിക്കും? നിനക്ക് എത്ര വീടുണ്ടായിരുന്നു ചോദിക്കും, നിന്നെ ഇനി എത്ര വർഷം ജോലി ചെയ്ത് എന്തൊക്കെ ചെയ്തെന്ന് ചോദിക്കും, നീ എത്ര കോടി ബാങ്കിന് ബാലൻസ് ഇട്ടിട്ടാ വന്നെന്ന് ചോദിക്കും. ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായിരിക്കും? എത്ര ആത്മാക്കളെ നീ നേടി? നീ എത്ര ആത്മാക്കളോട് സുവിശേഷം പറഞ്ഞു? നിന്നിലൂടെ എത്ര പേര് എന്നിലേക്ക് എത്തപ്പെട്ടു? ഇത്രയുണ്ടോ? ഇന്നലെ ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞപ്പം, കാറ്റഗിസം ക്ലാസ്സിൽ പറഞ്ഞപ്പോ ഒരു കുട്ടി പറഞ്ഞു, സാറേ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഫൈസാന്നൊരു മുസ്ലിം കുട്ടിയാണ്, ഞാൻ ആ കുട്ടിയുടെ അടുത്ത് എങ്ങനെ പറയും? ഞാൻ പറഞ്ഞു, മോളെ നീ വേറൊന്നും പറയാം, നീ ഇത്രയും പറഞ്ഞാൽ മതി. എടാ ഞങ്ങൾ ഇന്നലെ കാറ്റഗിസം ക്ലാസ്സിൽ പോയത് ഈശോയെ കുറിച്ച് പഠിച്ചു, ഈശോ ദൈവമാണ് കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, മതി. നീ ഇത് പറയാതിരുന്നാ എന്ത് പറ്റുമെന്ന് അറിയാവുള്ളൂ. അവൾ എന്ത് പറ്റും? ഞാൻ പറഞ്ഞു, നാളെ വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും അന്തിമ വിധി ദിനത്ത് കർത്താവിന്റെ മുമ്പിൽ ഒരുമിച്ച് നിൽക്കുമല്ലോ, അതിലൊക്കെ നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ. നിൽക്കുമ്പോ ഈ കുട്ടി ഏത് സൈഡിലായിരിക്കും? ഇടത്തെ സൈഡിലായി. ആ കുട്ടി നിന്റെ മുഖത്ത് നോക്കി ചോദിക്കും, നീ എന്റെ ഇത്ര അടുത്ത കൂട്ടുകാരിയായിരുന്നിട്ട് നീ ഒരു ദിവസമെങ്കിലും നീ എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ ഇതിന്റെ കാര്യം. അന്ന് ആ കുട്ടി ചോദിക്കും, നീ ഒരു പ്രാവശ്യമെങ്കിലും എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു ദൈവം നിനക്കുണ്ടെന്നുള്ളത്. നമ്മൾ വിധിക്കപ്പെടും. ആ കുട്ടിയുടെ നാശത്തിന് കാരണം നമ്മളാണ്. കാരണം ഞാൻ അവസരം കിട്ടിയിട്ടും ഒരു പ്രാവശ്യം പോലും അദ്ദേഹത്തിന്റെ അടുത്തോ ആ കുട്ടിയുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തോ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കുട്ടി ഏറ്റെടുക്കുന്നോ ഇല്ലയോ, വേറെ പോകുന്നോ, അതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു, നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യും. ബാക്കി ഇനി അതിന്റെ ഇഷ്ടം. വി വിൽ നോട്ട് ബി ജഡ്ജ് ഫോർ ദാറ്റ്. അതിന് കുറ്റം വിധിക്കപ്പെടത്തില്ല നമ്മൾ. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കുറ്റം വിധിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2026 നമ്മള് ഒരു പ്രതിജ്ഞയാണ്. നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളൊക്കെ മാറ്റിവെക്കും. ഭൗതികമായ ആവശ്യങ്ങള് കർത്താവിന് ഒരു നിമിഷം മതി പാവപ്പെട്ടവനെ പണക്കാരനാക്കാൻ. ഏതെങ്കിലും ഒരു രോഗം ദൈവം വിചാരിച്ചിട്ട് സുഖമാകാതിരുന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രോഗം ബൈബിളില് ക്രിസ്തു സൗഖ്യമാക്കാൻ കടന്നു ചെന്നിട്ട് സൗഖ്യമാകാതെ സുഖമാകാതിരുന്ന ഏതെങ്കിലും ഒരു രോഗമുണ്ടോ? ഏതെങ്കിലും രോഗമുണ്ടോ? ഇല്ല. പല രീതികളിലാണ് അവൻ സൗഖ്യമാക്കിയത്. ചിലർക്ക് അവൻ തൊട്ട് സൗഖ്യമാക്കി, ചിലര് അവനെ തൊട്ട് സൗഖ്യമായി, ചിലർ അവൻ ഒരു വാക്കുകൊണ്ട് നിന്റെ പാവങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ സൗഖ്യപ്പെട്ടു. ചിലരെ അവൻ തുപ്പല് കൊണ്ട് മണ്ണിലെ ചെളി ഉണ്ടാക്കി അത് കണ്ണി വെച്ചു കൊടുത്ത് സൗഖ്യമാക്കി.
മരിച്ചു കിടന്ന കുട്ടിയെടുത്ത് പോലും അവൻ പോയിട്ട് നീ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി എഴുന്നേറ്റു. സേനാനായകന്റെ ശതാധിപതന്റെ കുഞ്ഞ് മരിച്ചു എന്ന് അവിടെ നിന്ന് വന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, നീ പോ, നിന്റെ കുഞ്ഞ് സൗഖ്യപ്പെട്ട് കഴിഞ്ഞു. അവൻ തിരിച്ചു പോകുന്ന വഴിക്ക് അവന്റെ ആൾക്കാർ എന്ന് പറഞ്ഞു കുട്ടി സൗഖ്യപ്പെട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ രോഗങ്ങളോ നമ്മുടെ പ്രയാസങ്ങളോ നമ്മുടെ പ്രശ്നങ്ങളോ മാറ്റുവാൻ കർത്താവിന് ഒരു പ്രശ്നവുമില്ല. ഒരു സെക്കൻഡ് മതി കർത്താവിനത്. അതിനുവേണ്ടി നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്നില്ല. അതിനുവേണ്ടി നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്നില്ല. ആ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാരെയാണ്? ആ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങള്, സിസ്റ്ററിന്റെ പേരെന്താണ്? സിമിക്ക്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കാൻ, വസ്ത്രം കൊടുക്കാൻ, ആ കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ അത് സൗഖ്യം ആക്കണമെന്നുള്ള ആഗ്രഹം, ഇത് സിമിക്ക് കുഞ്ഞുങ്ങൾ പറഞ്ഞാലേ പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ? ഹലോ, ഇല്ല. അത് സിമിക്കറിയാം. ഒരു മനുഷ്യയായ ഒരു പാപിനിയായ സിമിക്ക് സ്വന്തം മക്കളെ നോക്കണമെന്ന് അറിയാമെങ്കിൽ നമ്മുടെ അപ്പൻ അറിയാം എന്റെ മക്കൾക്ക് ഇത് ആവശ്യമുണ്ട്, ഞാൻ കൊടുക്കണമെന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കരഞ്ഞു കിടന്ന് പ്രാർത്ഥിച്ച് സ്തുതിച്ച് ആരാധിക്കൊന്നും വേണ്ട. അതിനു വേണ്ടിയിട്ടല്ല സ്തുതിക്കുന്നത്, അതിനു വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, അതിനു വേണ്ടിയിട്ടല്ല മുട്ടുമടക്കേണ്ടത്. മുട്ടുകുത്തേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും എന്റെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എനിക്ക് അവനുമായിട്ട് ചേർന്നൊരു ഇന്റിമസിയായി അവനിലൂടെ ഞാൻ രക്ഷപ്പെടണം. ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവന്റെ നാമത്തിലൂടെ അനേക ആൾക്കാർ രക്ഷപ്പെടുത്തണം. ഹല്ലേലൂയ. ഇതിനു വേണ്ടി നിൽക്കാനാണെങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ യോഗ്യതയുള്ള മക്കളെ. ആവശ്യങ്ങളൊക്കെ മാറ്റിവെക്കുക, അത് നടക്കും, അത് നടക്കും. അത് ബൈ പ്രോഡക്റ്റ് ആണ്, അത് ബൈ പ്രോഡക്റ്റ് ആണ്. സുവിശേഷവൽക്കരണത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് മറ്റു കാര്യങ്ങൾ. ഇനി ഈ സുവിശേഷവൽക്കരണത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എല്ലാം സുഖമായിരിക്കും എന്ന് കരുതുന്നുണ്ടോ? നമുക്കെല്ലാം സുഖമായിരിക്കും. നമ്മുടെ ജീവിതം വളരെ സ്ട്രെയിറ്റ് ലൈൻ. ഈ ഇടയ്ക്ക് മെലിഞ്ഞത് നല്ലത് ആരോ എന്റെ അടുത്ത് പറഞ്ഞാണ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഒരു ഈ സാധാരണ സിനിമകളിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നഴ്സുമാർ ജോലി ചെയ്യുന്നവർക്ക് അറിയാം. സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്നത് എപ്പോഴാണ്? ഡെഡ്. ജീവിതം സ്ട്രെയിറ്റ് ആണോ, പ്രശ്നമൊന്നുമില്ലാതെ പോകുന്നോ, അത് മരണത്തിന് തുല്യമാണ്. അത് മരണത്തിന് തുല്യമാണ്. നമ്മൾ വിചാരിക്കും ഒരു പ്രശ്നവുമില്ല, എന്ത് സുന്ദരം, എല്ലാം നല്ലതാണ്. സ്ട്രെയിറ്റ് ലൈൻ റിസംബിൾസ് ഡെത്ത്. ജീവിതത്തിലെ ഉയർച്ച താഴ്ച, പ്രശ്നങ്ങള്, പ്രയാസങ്ങൾ ഇതെല്ലാം ചേർന്ന് വരുമ്പോഴാണ് ജീവിതം ഒരു ലൈഫുൾ ആവുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവത്തെ കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നെഞ്ചി കൈവച്ച് പറയാവോ, പ്രശ്നങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുമായിരുന്നു? എന്റെ ജീവിതത്തിൽ ഞാൻ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല കള്ളുഷാപ്പിലുമായിരുന്നെ. എന്റെ ജീവിതത്തിലെ ദൈവം എന്നെ അത്രയധികം സ്നേഹിച്ചത് കൊണ്ട് എനിക്ക് തന്ന പ്രശ്നങ്ങളാണ് ദൈവം എന്താണെന്ന് മനസ്സിലാക്കുവാനും അവന്റെ ശക്തിയും സ്നേഹവും മനസ്സിലാക്കുവാനും എനിക്ക് പ്രാപ്തമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നങ്ങള് വരുന്നത് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതല്ല, രക്ഷിക്കുന്നതാണ്. പ്രശ്നങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്നത് ഈ പ്രശ്നങ്ങൾ നമ്മളെ ദൈവത്തിലോട്ട് അടുപ്പിക്കാനാണ്. ആ പ്രശ്നങ്ങളിലുള്ളപ്പോഴും നമ്മൾ ആ പ്രശ്നങ്ങളിലായിരിക്കുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കൈവിടാതെ നടത്തുന്ന ഒരപ്പൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ തീയിലൂടെ നടക്കണം. തീയിലൂടെ നടന്നില്ലെങ്കിൽ ദൈവത്തിന്റെ മോനല്ല. തീയിലൂടെ നടക്കാത്തവൻ ക്രിസ്ത്യാനി അല്ല. ക്രിസ്ത്യാനി തീയിലൂടെ നടന്നേ പറ്റൂ, പക്ഷേ പൊള്ളലേൽക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊള്ളലേൽക്കില്ല, കാരണം ദൈവമാണ് നമ്മുടെ കവചം. ഹല്ലേലൂയ. തീച്ചൂളയിൽ എറിയപ്പെട്ട അവര് 4 പേര് തീച്ചൂളയിൽ നിന്ന് അവരുടെ ശരീരത്ത് ഒരു തീയുടെ പാടുണ്ടായിരുന്നോ? ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ശരീരത്ത് തീയുടെ ഒരു പൊള്ളലേൽക്കാതെ നമ്മളെ കാത്തു സൂക്ഷിക്കാൻ
കഴിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയാണ്. പക്ഷെ തീ കാണുന്ന ഉടനെ അവിടെ തീയാണ്, ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് മാറിയാൽ അവിടെ മാറി. ദൈവം തീയിലൂടെ നടത്തിയാലാണ് നടക്കണം. തീയാണ് ഫ്രണ്ടില്. ദൈവം പറയണം, എടാ നീ പോ, നിനക്ക് ഈ തീയിലൂടെ നീ നടന്നേ പറ്റൂ. ഇല്ല, ഞാൻ പൊള്ളലെടുക്കും, ഞാൻ മാറും, ഞാൻ വരില്ല, പോവില്ല. എനിക്ക് വേണ്ട ക്രിസ്ത്യാനി സഭയും വേണ്ട, ഒന്നും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ഇതൊന്നും വേണ്ട. ഞാൻ പറയുന്ന മര്യാദയ്ക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് ജീവിച്ചോ. അതല്ല ക്രിസ്തു ആഗ്രഹിക്കുന്നത്. തീയിലൂടെ നടക്കണം. തീയിലൂടെ നടക്കുമ്പോൾ ഒരു ഗുണം ഉണ്ടാവും. ദൈവം നമ്മളെ ഓർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിംഹക്കുഴി കിടക്കുന്ന ദാനിയേല്, നമുക്കറിയാം ദാനിയേലിന്റെ പുസ്തകത്തിന്റെ അവസാന അധ്യായം വായിക്കുമ്പോഴേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ദാനിയേലിനെ സിംഹക്കുഴിയിൽ എടുത്തിരിക്കുകയാണ്. സിംഹക്കുഴി കിടക്കുന്ന ദാനിയേല് ആഹാരം കഴിക്കാതെ കിടക്കുകയാണ്. കുറച്ചു ദിവസമായി സിംഹങ്ങൾക്ക് ആഹാരം കൊടുക്കാതിട്ടിരുന്ന സിംഹങ്ങൾ ദാനിയേലിന്റെ മുമ്പില് ഈ പൂച്ച ഇരിക്കുന്ന പോലെ മിണ്ടാതിരിക്കുവാണ്. ദാനിയേൽ വല്ലതും കഴിച്ചോ? ഇല്ല. സിംഹം വല്ലതും കഴിച്ചോ? ഇല്ല. പക്ഷെ ദൈവം ആരെ ഓർത്തു? ദാനിയേലിനെ ഓർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിംഹക്കുഴി കിടന്നപ്പം ദാനിയേലിന് മനസ്സിലായി, എന്റെ ദൈവം എന്നെ ഓർക്കുന്നു. ദൂരെ ഏതോ രാജ്യത്ത് ഹബക്കൂക്ക് പ്രവാചകൻ കയ്യിൽ കുറച്ച് അപ്പവും കറിയും ഒക്കെ ആയിട്ട് രാവിലെ വയലിലേക്ക് പോകുമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്ന ഹബക്കൂക്കിന്റെ അടുത്ത് പറഞ്ഞടാ, ഇതാ അന്ന രാജ്യത്ത് അവിടെ ഒരു സിംഹക്കുഴിയിൽ ഒരാൾ കിടപ്പുണ്ട്, ഈ അപ്പവും കറിയും അവനോടുകൂടെ. ഹബക്കൂക്ക് പറഞ്ഞു, ഞാൻ എങ്ങനെ പോകും? ഏത് ദാനിയേൽ എവിടെ? കാറ്റ് അവനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി കുഴിക്കകത്ത് നിർത്തി. സിംഹക്കുഴി കൊണ്ട് നിർത്തിയിട്ട് ഹബക്കൂക്ക് പറഞ്ഞു, എടാ ദാനിയേലേ, ദൈവം നിനക്ക് വേണ്ടി അപ്പവും കറിയും തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിംഹക്കുഴി വീഴാതിരുന്നെങ്കിൽ ആ അപ്പവും കറിയും ദാനിയേലിന് കിട്ടുമായിരുന്നു. ദാനിയേൽ ഒറ്റ സെന്റൻസേ പറഞ്ഞുള്ളൂ, എന്റെ കർത്താവേ അങ്ങനെ ഓർത്തല്ലോ. ഹല്ലേലൂയ. എന്തിന് സിംഹക്കുഴി ഇട്ടെന്ന് ചോദിച്ചില്ല, എന്റെ കർത്താവേ അങ്ങനെ ഓർത്തല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ എല്ലാ നിമിഷവും ഓർക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ദൈവവുമായിട്ട് നമുക്കൊരു ഉടമ്പടിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴാണ് ക്രിസ്തു ഒരു ഉടമ്പടി, ദൈവം ഒരു ഉടമ്പടി മനുഷ്യവംശവുമായിട്ട് ചേർക്കുന്നത്? ഇവരെ ഞാൻ ഇനി നശിപ്പിക്കില്ല എന്ന് പറഞ്ഞൊരു ഉടമ്പടി ചേർക്കുന്നുണ്ട്. എപ്പോഴാണ്? അറിയാതെ എപ്പോഴാണ് ദൈവം ഒരു ഉടമ്പടി ചേർക്കുന്നത്? നോഹയുടെ പെട്ടകം കഴിഞ്ഞിട്ട്. നോഹയുടെ പെട്ടകം കഴിഞ്ഞപ്പോ ദൈവം പറഞ്ഞു, ഞാൻ ഇനി ഇതുപോലൊരു പ്രളയം ഇവിടെ ഇനി ഉണ്ടാക്കി. ഇതുപോലൊരു പ്രളയം ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാക്കി മനുഷ്യവംശത്തെ മുഴുവനും നശിപ്പിക്കുന്ന ഒരു പ്രളയം ഞാൻ ഉണ്ടാക്കുകയില്ല. അതിന് ഒരു ഓർമ്മയായിട്ട് എന്നും കൂടെ ഞാൻ സ്ഥാപിക്കുന്നു, ഒരു മാനത്തൊരു മഴവില്ലും കൂടെ സ്ഥാപിക്കും. മഴവില്ല് കാണുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം, ഇത് ദൈവം സ്ഥാപിച്ച ഒരു സ്റ്റാമ്പാണ്. നമ്മളൊക്കെ ഈ മുദ്ര ചെയ്യുന്ന പോലെ ദൈവത്തിന്റെ ഒരു മുദ്രയാണ്. ഇനി മഴ പെയ്ത് പ്രളയമുണ്ടായി ഭൂമിയിലെ ജനങ്ങൾ മുഴുവൻ നശിക്കത്തക്ക രീതിയിൽ ഒരു പ്രളയം ഉണ്ടാക്കില്ല എന്ന് ദൈവം പറഞ്ഞതിന്റെ ഒരു വാഗ്ദാനത്തിന്റെ ഒരു സ്റ്റാമ്പാണ്, അതിന്റെ മുദ്രയാണ് നമ്മൾ കാണുന്ന മഴവില്ല്. അപ്പൊ ദൈവം അതിനു മുമ്പ് നോഹ പെട്ടകത്തിലായിരുന്നു. നമുക്ക് നോഹയിലോട്ടൊന്ന് തിരിച്ചു പോകാം. നോഹ അതിനു മുമ്പ് മഴ കണ്ടിട്ടുണ്ട്. നോഹ അതിനു മുമ്പ് മഴ കണ്ടിട്ടുണ്ടോ? നോഹ പ്രളയം കണ്ടിട്ടുണ്ടോ? പ്രളയം കണ്ടിട്ടില്ല. വലിയ മഴയൊന്നും ഇല്ലായിരുന്ന സമയത്താണ് ദൈവം വന്നിട്ട് പറയുകയാണ്, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കാൻ പോകും, അതും നിൽക്കാത്ത മഴ പെയ്യാൻ പോകുന്നു, നീ ഒരു പെട്ടകം ഉണ്ടാക്കും. നോഹ ഉടനെ മരമൊക്കെ മുറിച്ചു കൊണ്ടുവന്ന് പെട്ടകം ഉണ്ടാക്കി. നമ്മളാണെങ്കിൽ ചെയ്യും. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംഭവം നടക്കാൻ പോവുകയാണ്. ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു സംഭവം നടക്കാൻ പോവുകയാണ്. ഈ പറഞ്ഞ പോലെ ഒരു തീയിലൂടെ നടക്കേണ്ടി വരും. തീയിലൂടെ നടക്കുന്ന അനുഭവം പോലെയാണ് നോഹയ്ക്കത്. കാരണം ലോകത്തുള്ള എല്ലാ മൃഗങ്ങളെയും കണ്ടുപിടിക്കണം, ലോകത്തുള്ള എല്ലാ മൃഗങ്ങളുടെയും 2 വീതം കൊണ്ടുവരണം, ഭാര്യയും മക്കളെ ഒക്കെ ഇതിനകത്ത് കേൾക്കണം. വലിയൊരു പെട്ടകം. അതിന്റെ ഫസ്റ്റ് 2 നില എന്ന് പറഞ്ഞാൽ എന്താണ്? സൂ ആണ്. സൂ എല്ലാ മൃഗങ്ങളുടെയും 2 വീതം കയറ്റിയിരണം. ഒരു വലിയൊരു ജോലി ഏൽപ്പിക്കുകയാണ്. കാണുന്നവരെ പറഞ്ഞാണ് ഇവര് പ്രാന്തല്ലേ, ഇതുവരെ നടന്നിട്ടില്ലാത്ത. ആരും ചേട്ടാ എന്തിനാ നോഹ, നിനക്ക് എന്ത് പറ്റി? അത് മഴ പെയ്യാൻ പോണം, പ്രളയം വരാൻ പോണം, ഞാൻ ഇത് ചെയ്യാൻ പോവാ. ആൾക്കാര് കളിയാക്കുന്നു, പിന്നെ വട്ടാണെന്ന് ചോദിക്കും. പക്ഷെ നോഹ പിൻവാങ്ങി.
അവൻ അത് കെട്ടിക്കഴിഞ്ഞ് അതിനകത്ത് എല്ലാരെയും കയറി. അകത്ത് കയറി കഴിഞ്ഞ് പ്രളയം തുടങ്ങിക്കഴിഞ്ഞപ്പോ ഇതിങ്ങനെ ഉരുണ്ടുരുണ്ട് പോവുകയാണ്. വെള്ളത്തിന്റെ പുറത്ത് വലിയൊരു ഒരു സാധനം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോവുകയാണ്. അതിനകത്ത് കിടന്നിട്ട് മകളുടെ ഭാര്യ ചോദിച്ചാണ്, മനുഷ്യ ഇതെന്തെങ്കിലും നിൽക്കൂ, ഇതിനകത്ത് കിടന്ന് മരിക്കുമോ? നമ്മൾ ഇതിനകത്ത് കിടന്ന് നമ്മൾ മരിക്കൂ? മക്കള് 3 ആണുങ്ങളാ. അവന്മാര് പറഞ്ഞാണ്, ഈ അപ്പന് പ്രാന്ത്, ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ഏത് ദൈവം എന്താണ് എന്നാ മക്കള് ചോദിച്ചു കാണണം അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം ഒന്നെടുക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. ബൈബിൾ കൊണ്ടുവരുന്നവരുടെ എണ്ണം കൂടി വരികയാണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജലപ്രളയത്തിന്റെ അന്ത്യം. ബൈബിള് കൊണ്ടുവരണം. മൊബൈൽ ബൈബിള് പാടില്ല. എനിക്ക് മൊബൈലിൽ ബൈബിളൊക്കെ ഉണ്ട്. ഞാനും പള്ളിയിൽ പോയിട്ടാണ് വരുന്നത്. എനിക്ക് വേണമെങ്കിൽ വീട്ടിൽ ബൈബിള് വെച്ചിട്ട് ബൈബിള് കൊണ്ടുവരണം. എന്തുകൊണ്ടാണ് ബൈബിള് കൊണ്ടുവരാൻ പറഞ്ഞത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ബൈബിള് കൊണ്ടുവരാൻ പറഞ്ഞത്? ഇതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവർ, ഇതൊരു അനുഗ്രഹമാണ്. ഇത് പിടിച്ച് നടക്കുന്നത് ഒരു അനുഗ്രഹമാണ്. 1. 2, ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങൾ വായിച്ചിട്ട് അതിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്ത് നമ്മൾ അതിനകത്ത് കുറിച്ചു വെക്കണം. എന്റെ അപ്പൻ എന്നോട് ഇതിനകത്ത് എന്ത് പറയും, എന്നോട് ഇതിനകത്ത് എന്ത് പറയും. ലെക്റ്റിയോ ഡിവീന എന്നൊരു സാധനമുണ്ട്, അറിയോ? ലെക്റ്റിയോ ഡിവീന, അത് ലാറ്റിൻ വേർഡാണ്. ഡിവൈൻ റീഡിങ് എന്ന് പറയുന്നതിന്റെ ലാറ്റിൻ വേർഡാണ് ഡിവൈൻ റീഡിങ്. ബൈബിള് വായിക്കേണ്ടത് എങ്ങനെയെന്ന് കത്തോലിക്ക സഭ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതാണ്. അതിന് 4 രീതിയിലാണ്, 4 കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ബൈബിള് വായിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. 1, ലെക്റ്റിയോ, ജസ്റ്റ് റീഡിങ്. തുടങ്ങും. നിങ്ങളൊരു പാരഗ്രാഫ് എടുക്കുക, പാസേജ് എടുക്കുക, അത് വെറുതെ വായിക്കുക. ആ പാസേജ് വെറുതെ ഒന്ന് വായിക്കുക. 2ാമത്തെ ചെയ്യേണ്ടത് അതിനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. ഈ വായിച്ചതിനെ മെഡിറ്റേറ്റ് ചെയ്യണം. ലെക്റ്റിയോ, മെഡിറ്റേഷ്യോ. 3ാമത്തത് അതിനെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വായിച്ചതിനകത്ത് കർത്താവേ, എനിക്ക് വേണ്ടി എന്ത് മെസ്സേജ് ഉള്ളത്, എന്നെ എന്താണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്, വായിക്കണം, പ്രാർത്ഥിക്കണം. 4ാമത്തത് കണ്ടംപ്ലേറ്റ് എന്ന് പറയും. കണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് വേണ്ടി ദൈവം എന്ത് മെസ്സേജ് തരുന്നുവെന്ന് ആ പാരഗ്രാഫിൽ നിന്നും ഉൾക്കൊള്ളും. ഇത് വായിക്കണമെങ്കിൽ നമുക്ക് ബൈബിൾ വേണം. കാരണം നമ്മൾ എഴുതി വെക്കുന്നതാണ്, ഇത് എനിക്കുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതെന്റെ 2ാമത്തെ ബൈബിളാണ്. എന്റെ ഒരു ബൈബിള് ഉണ്ട്. ഇത് ഞാൻ വചനം പഠിച്ചു തുടങ്ങുന്ന കാലഘട്ടം, ഏകദേശം 2008, 2009 കാലഘട്ടം തൊട്ട് ഞാൻ ബൈബിൾ പഠിച്ച ആ ബൈബിൾ ഇപ്പോൾ ഒരു കീറി ഒരുമാതിരിയെ കൊണ്ടുനടക്കാനൊന്നും വയ്യ. പക്ഷെ എന്നാലും ഞാൻ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തിനു റെഫർ ചെയ്യുന്നത് ആ ബൈബിളാണ്. കാരണം ആ ബൈബിളിൽ എനിക്ക് കുത്തിക്കുറിക്കാൻ സ്ഥലമില്ല. ഞാൻ എന്റെ ഭാര്യയെടുത്തും മക്കളെടുത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുള്ളൂ, ഞാൻ ഈ ഭൂമി വിട്ട് എന്ന് പോകുമോ അന്ന് എന്റെ അടക്കുന്ന കോഫിന്റെ അകത്ത് ആ ബൈബിളും കൂടെ വെച്ച് തന്നോ. എനിക്ക് വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി. എന്നെ ഞാൻ ആക്കിയത് അതാണ്. ഞാൻ ദൈവത്തെ അറിഞ്ഞത് ആ ബൈബിളിൽ നിന്നാണ്. നമ്മൾ വെറുതെ എളുപ്പത്തിന് മൊബൈലും കയ്യിൽ കൊണ്ടുവന്ന് ബൈബിള് വായിക്കാൻ പറയുമ്പോൾ വായിച്ചിട്ട് മാറ്റിവെക്കാനുള്ളതല്ല ദൈവവചനം. കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് ഇമ്പോർട്ടൻസ് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ബൈബിൾ പഠിക്കാൻ വരുന്നവരാണ്, നിങ്ങൾ വചനം കേൾക്കാൻ വരുന്നവരാണ്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നവരാണ്. പ്രാർത്ഥിക്കാൻ വരുന്നവന്റെ കയ്യിൽ അതിന്റെ ഉപകരണമായ ബൈബിൾ ഇല്ലെങ്കിൽ പിന്നെ എന്ത് പ്രാർത്ഥന? പ്രാർത്ഥിക്കാനാണ് നമ്മൾ പോണത്. തെങ്ങ് കയറ്റക്കാരൻ തെങ്ങ് കെട്ടാൻ കയറുമ്പോൾ അവന്റെ കയ്യിൽ പിച്ചാത്തിയോ അവന്റെ ആവശ്യമുള്ള കാര്യങ്ങളോ ഇല്ലാതെ തെങ്ങിന്റെ മുകളിൽ കയറി എന്തെങ്കിലും കാര്യമുണ്ടോ? ഹല്ലേലൂയ. സമയം കുറവാണ്, നമുക്കെല്ലാം സമയം കുറവാണ്. ഇന്ന് രാവിലെയും ഒരു അടക്കത്തിന് പോയിട്ടാണ് വരുന്നത്. ഷാർജയിൽ ഞങ്ങളുടെ ഫാമിലി സെല്ലിലുണ്ടായിരുന്ന ഒരു ലേഡിയുടെ ഹസ്ബൻഡ്, അവര് കഴിഞ്ഞ മെനിഞ്ഞാന്ന് രാത്രി ഒരുമിച്ച് വീട്ടിൽ വൈകുന്നേരം ഇരുന്ന് TV കണ്ടുകൊണ്ടിരുന്നു. 60 വയസ്സുള്ള അദ്ദേഹം കുഴഞ്ഞു വീഴുന്നു, മരിച്ചു. ഇന്ന് നമുക്ക് ഇവിടുത്തെ സെമിത്തേരിയിൽ അടക്കം കഴിഞ്ഞിട്ടാണ് ഞാൻ. നമ്മുടെ ജീവിതങ്ങള് ഇതുപോലെ പോവും. ഏത് നിമിഷമാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അതിനു മുമ്പ് നമുക്ക് ചെയ്തു തീർക്കാൻ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല ഉള്ളത്, ആത്മീയമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നിൽക്കരുത്. നാളെ ചിലപ്പോൾ നമ്മൾ ഉണ്ടാവുന്നില്ല.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വായിച്ചിട്ട് പറയാം. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. നോഹയെയും അവന്റെ പെട്ടകത്തെയും അവന്റെ പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാവരെയും അവന്റെ കന്നുകാലികളെയും ദൈവം ഓർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹ എവിടെയായിരുന്നു? ഒരു പെട്ടകം എവിടെയായിരുന്നു? വെള്ളത്തിൽ. പ്രളയത്തിൽ കിടന്ന് കഷ്ടപ്പാടിന്റെ ഏറ്റവും പ്രളയത്തിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോഴും നമ്മൾ ഓർമ്മിക്കുക, എന്റെ ദൈവം എന്നെ ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ ഓർക്കുന്നുണ്ട്. കാരണം ദൈവം അനുവദിക്കാതെ അല്ല ഈ പ്രളയം ഉണ്ടായത്. പ്രളയത്തിന് മുമ്പ് ദൈവം നോഹയെടുത്ത് പറഞ്ഞു, ഒരു പ്രളയം വരാൻ പോകുന്നു. പ്രളയം എന്ന് അവസാനിക്കുമെന്നും ദൈവത്തിന് അറിയാമായിരുന്നു. എത്ര മാസം, എപ്പോൾ ഇത് അവസാനിക്കും, ഇത്ര കാലഘട്ടത്തിലേക്കുള്ള പ്രളയമാണ് ഞാൻ തരാൻ പോകുന്നതെന്ന് നോഹയെടുത്ത് പറഞ്ഞിട്ടാണ് ദൈവം പ്രളയത്തിന്റെ കാര്യം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളില് ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കുക, അതിന്റെ ആരംഭവും അതിന്റെ ഒടുക്കവും ആദിയും അന്തവുമായ ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിഞ്ഞൂടാ നാളെ എന്താണെന്നുള്ളത്, നമുക്കറിഞ്ഞുകൂടാ ഈ പ്രശ്നത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷെ ആ പ്രശ്നത്തിന്റെ അവസാനം അറിയാവുന്ന ഒരുത്തൻ നമ്മുടെ കൂടെയുണ്ട്. അവന്റെ ചുമലിലാണ് ഞാൻ ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 105:8 എന്ന് വായിക്കാം. സങ്കീർത്തനം 105:8. അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കുന്നു. സങ്കീർത്തനം 105:42 കൂടെ ഒന്ന് വായിച്ചു. അവിടുന്ന് തന്റെ വിശുദ്ധ വാഗ്ദാനത്തെയും തന്റെ ദാസനായ അബ്രഹാത്തെയും അനുസ്മരിച്ചു. അവിടുന്ന് തന്റെ വിശുദ്ധ വാഗ്ദാനത്തെയും തന്റെ ദാസനായ അബ്രാഹത്തെയും അനുസ്മരിച്ചു, ഓർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ഉടമ്പടി ദൈവം ഓർമ്മിക്കുക. അതുപോലെ തന്റെ വാഗ്ദാനങ്ങളും അബ്രഹാമിനെയും ദൈവം ഓർമ്മിക്കുകയാണ്. സങ്കീർത്തനം 105 നമ്മളിത് കാണുന്നുണ്ട്. എന്താണ് വാഗ്ദാനം? എന്താണ് ഈ ഉടമ്പടി? എന്താണ് ദൈവവും നമ്മൾ തമ്മിലുള്ള ഉടമ്പടി? എന്താണ്? ദൈവവുമായിട്ട് നിനക്കുള്ള ബന്ധം ഉണ്ടാകും. ദൈവമായിട്ട് നിനക്കുള്ള ബന്ധം എന്താ? യേശു ക്രിസ്തുവുമായിട്ട് നമുക്കുള്ള ബന്ധം എന്താ? ഇതൊക്കെ ജനറലാണ്. നമ്മൾ ജനറലൈസ് ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു മക്കളെ. നമ്മൾ ജനറലൈസ് ചെയ്ത് ദൈവം കഴിഞ്ഞു, ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇന്നും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നവരാവരുത്. ദൈവവും എനിക്കാരാണ്? ദൈവവുമായിട്ട് നമുക്കുള്ള ഉടമ്പടി പ്രകാരമുള്ള ബന്ധം എന്താ? ഉടമ്പടി, ഞാൻ ആ വാക്കും കൂടെ ഉപയോഗിക്കാം. ഉടമ്പടി പ്രകാരം ഞാൻ ദൈവത്തിന്റെ ആരാണ്? ക്രിസ്തു നമ്മുടെ ആരാണ്? കത്തോലിക്ക സഭ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? ഉടമ്പടി പ്രകാരം രക്ഷിതാവ്. അങ്ങനെ ഒരു ഉടമ്പടിയില്ല. കുറച്ച് വെള്ളം. ഉടമ്പടി പ്രകാരം ആരാണ്? മക്കളാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് സഭയാണോ? സഭ ക്രിസ്തുവിന്റെ ആരാണ്? ആൻസർ ക്രിസ്തുവിന്റെ മണവാട്ടി. യേശു ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ ഉടമ്പടി പ്രകാരം ഒരു ഭാര്യ ഭർത്തൃ ബന്ധമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നായിരിക്കും. ആർക്കും പറയാം. നിങ്ങളൊക്കെ ഭാര്യ ഭർത്താക്കന്മാരല്ലേ ഇവിടെ ഇരിക്കുന്നവരൊക്കെ? എന്താണ്? വിധേയപ്പെട്ടിരിക്കണം. ഓക്കെ, രണ്ടുപേരും തുല്യരാണ്. ഞാൻ ഈ തുല്യത എന്ന് പറയുമ്പോഴത്തേക്ക് ചോദിക്കാം, 50-50 ആണോ ഉദ്ദേശിക്കുന്നത്? എന്താണ്? കാരണം ഈ ഒരു പ്രശ്നം പല കുടുംബങ്ങളിലും ഒരു പ്രശ്നമാണ്, തുല്യരാണെന്നത്. തുല്യത എന്ന് പറയുന്നതിന്റെ തെറ്റുകളും ഉണ്ട്, ഗുണങ്ങളും ഉണ്ട്. നമ്മൾ അതിന്റെ തെറ്റായ വശത്തിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം
ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കത്തോലിക്ക സഭ പ്രകാരം ഭാര്യ ഭർത്താവിന് വിധേയമായിരിക്കണം. ഭാര്യ ഭർത്താവായി കഴിഞ്ഞാൽ കുടുംബം അവിടെ ദൈവത്തിന്റെ സ്ഥാപിച്ച കുടുംബമല്ല, അത് തകരും. ഭാര്യ ഭർത്താവിന് വിധേയമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ അടിമയായിട്ട് കാണണമെന്നല്ല. അത് പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തന്റെ ശരീരത്തെ സ്നേഹിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും വേണം. പക്ഷെ ഭർത്താവിന് ഭാര്യ വിധേയായിരിക്കും. അത് കത്തോലിക്ക കുടുംബങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞതല്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ഏറ്റവും ഇതെന്ന് പറയുന്നത്, ഭാര്യ ഒരു തെറ്റ് ചെയ്തു, ഭർത്താവ് ഉടനെ ഉപേക്ഷിച്ചു പോകും. തിരിച്ച് ഭർത്താവ് ഒരു ചെറിയ തെറ്റ് ചെയ്തു, ഭാര്യ ഉടനെ ഉപേക്ഷിച്ചു പോകും. ഇതില്ല. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്, കവനന്റ് എന്ന് പറയുന്നത്. കവനന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക്, ഉടമ്പടി എന്ന് പറയുന്ന വാക്ക് ക്രിസ്തീയ ഉടമ്പടി അനുസരിച്ച് ക്രിസ്തു നമ്മുടെ മണവാളനാണ്. നമ്മുടെ സഭയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷില് അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ സഭയെ കുറിച്ച് നമ്മളെ ക്രീഡ് പറയും. നമ്മൾ വിശ്വാസ പ്രമാണം പറഞ്ഞു വരുമ്പോഴത്തേക്ക് സഭയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഏകവും അത് എന്തൊക്കെയൊരു വാക്കുണ്ട്. ഏകവും ശ്ലൈഹികവും സാർവത്രികവും അപ്പോസ്തലികവും. ഈ ശ്ലൈഹികം എന്ന വാക്ക് അതിന് പകരം വേറൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്, വിശുദ്ധവും. ഏകവും വിശുദ്ധവും. വിശുദ്ധമായ സഭ. സഭ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മള് വിശുദ്ധരാണ്. നമ്മൾ വിശുദ്ധരാണ്. ഞാൻ ഉൾപ്പെടെ, സിജു ഉൾപ്പെടെ, നിങ്ങൾ ഓരോരുത്തരും ഉൾപ്പെടുന്നതാണ് കത്തോലിക്ക സഭ. നമ്മൾ പറയുകയാണ് വിശുദ്ധമായ സഭയിൽ ഏകവും ശ്ലൈഹികവും വിശുദ്ധവും അപ്പോസ്തലികവുമായ കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഈ സഭ വിശുദ്ധം എന്ന് പറയുന്ന സഭ വിശുദ്ധമാണോ? നമ്മൾ വിശുദ്ധരാണോ? ഞാനാണ് സഭ. എന്റെ ഇതിൽ ഞാനാണ് സഭ. പുറത്തുള്ള ഒരാള് സഭയെ കാണുന്നത് എന്നിലൂടെയാണ്. ഞാൻ വിശുദ്ധനാണോ? അല്ല. പിന്നെ എങ്ങനെ സഭ വിശുദ്ധയാവും? കർത്താവിനാൽ. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ വിശുദ്ധനായ യേശുക്രിസ്തു ഉണ്ട്. യേശുക്രിസ്തുവാണ് എന്റെ മണവാളൻ. അവന്റെ രക്തത്താല് സഭ വിശുദ്ധീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പാപിയാണ്, ഞാൻ പാപത്തിൽ മുഴുകിക്കിടക്കുന്നവരാണ്. പക്ഷെ എന്റെ ക്രിസ്തു, എന്റെ മണവാളനായ യേശുക്രിസ്തു വിശുദ്ധനാകിയാൽ അവന്റെ രക്തത്താൽ ഞാനും വിശുദ്ധീകരിക്കപ്പെട്ടു. അങ്ങനെയാണ് സഭ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ആ സഭയിലാണ് നമ്മൾ ഓരോരുത്തരുള്ളത്. നമ്മുടെ പാപങ്ങളെ വെച്ച് കർത്താവ് 2000 വർഷങ്ങൾ കഴിഞ്ഞ് കർത്താവ് വിചാരിക്കുകയാണ്, ഈ ജനതയെ കൊണ്ട് ഞാൻ മടുത്തു, എനിക്കിനി ഇവരോട് ബന്ധം വേണ്ട എന്ന് കർത്താവ് ചിന്തിച്ചായിരിക്കും. ഇത്രയും അവസരങ്ങൾ കൊടുത്തിട്ടും ഇവര് അനുഭവിക്കുന്നില്ല, ഇവര് മാറുന്നില്ല, വീണ്ടും വീണ്ടും പാപങ്ങളിലേക്ക് പോവുകയാണ്. ഞാൻ ഇവരെ കൈയൊഴിയുന്നു എന്ന് കർത്താവ് ചിന്തിക്കൂ? ഇല്ല, ചിന്തിക്കില്ല. കാരണം അതാണ് നമ്മൾ ഈ വായിച്ചു കേട്ട ഉടമ്പടി, അബ്രഹാമിന് കൊടുത്ത ഉടമ്പടി. ആ കവനന്റ് എന്ന് പറയുന്നത്, നീ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലയോ ഞാൻ നിന്നെ സ്നേഹിക്കും. ഹല്ലേലൂയ. പാപിയാണോ പാപിയല്ലയോ ഞാൻ നിന്നെ സ്നേഹിക്കും, ഞാൻ നിന്നെ വീണ്ടെടുക്കും. ഹല്ലേലൂയ. ഇതാണ് ഒരു ഉടമ്പടി. ഈ ഉടമ്പടിയാണ് നമ്മളോട് കർത്താവ് പറയുന്നത് ഒരു ക്രിസ്തീയ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാവണം. ഭാര്യ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലയോ, അവൾ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുന്നോ ഇല്ലയോ, ഞാൻ അവളെ 100% സ്നേഹിക്കും. തിരിച്ചതുപോലെ എന്റെ ഭർത്താവ് പാപിയായിരിക്കാം, അവൻ വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നില്ലായിരിക്കാം, പ്രാർത്ഥന ഇല്ലായിരിക്കാം, പക്ഷെ ഞാൻ അവന്റെ ഭാര്യയാണ്, ഞാൻ അവനെ 100% സ്നേഹിക്കും, വിധേയപ്പെട്ടിരിക്കും. പറയുന്നത് ഉടമ്പടി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുടുംബം എന്ന് പറയുന്നത് നമ്മളൊന്നും വിചാരിക്കുന്നതിന്റെ അപ്പുറത്തുള്ള അനുഗ്രഹങ്ങളിലേക്ക് കടന്നു ചെല്ലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറേണ്ടത് നമ്മളാണ്, ക്രിസ്തുവല്ല മാറേണ്ടത്. നമ്മൾ ഒന്നിടത്ത് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ക്രിസ്തുവിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അത് ചെയ്തതാ, എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം. എടാ, എനിക്കിത് വേണോ വേണ്ടോ എന്നുള്ളതല്ല, എനിക്ക് വേണ്ടത് എന്താണെന്ന് അവന്റെ അപ്പനറിയാം. ഞാൻ മാറും.
ബാക്കി എന്റെ അപ്പം നോക്കിക്കോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മാറിക്കഴിയുമ്പോൾ എനിക്ക് വേണ്ടത് എന്താണെന്നുള്ളത് എന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് അറിയാം, അവനിത് കാണിക്കും. പുറപ്പാടിന്റെ പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം. പുറപ്പാട് 2:24. ദൈവം അവരുടെ ദീനരോധനം ഗ്രഹിക്കുകയും അബ്രഹാത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ദൈവം ഓർമ്മിക്കുകയാണ്. വായിച്ചു കേൾക്കുന്നത് ഇസ്രായേൽ ജനത ഈജിപ്തിലായിരുന്നപ്പോൾ അവിടുത്തെ കഷ്ടപ്പാടുകളുടെ ഇടയിലുള്ള അവരുടെ മുറവിളി, ആ മുറവിളി ദൈവം കേൾക്കുകയും ദൈവം ചെയ്ത ഉടമ്പടിയെ ഓർമ്മിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മറക്കുന്നവനല്ല, മറന്നിട്ട് വേണ്ടേ ഓർമ്മിക്കാൻ. ദൈവം മറക്കുന്നവനല്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തിനാണ് ഈ ബൈബിൾ വേഴ്സസ് കോട്ട് ചെയ്യുന്നത്? ഇപ്പൊ നമ്മള് എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ കോടതികളിൽ ഈ വക്കീലന്മാർ വാദിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ആ ഒരു വക്കീലന്മാർ വാദിക്കുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് IPC ഇത്ര പ്രകാരം എന്ന് പറഞ്ഞ് പറയാറുണ്ട്. ഈ ജഡ്ജിക്ക് എന്താ അറിഞ്ഞൂടെ? ജഡ്ജിക്ക് അറിയാം. പിന്നെന്തിനാ ഈ വക്കീൽ പിന്നെ അത് വിളിച്ചു പറയണേ? ഓർമ്മിപ്പിക്കുന്നതാണ്, കോട്ട് ചെയ്യുന്നതാണ്. എനിക്കും അറിയാം, നിനക്കും അറിയാമല്ലോ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ബൈബിൾ വചനം എടുത്ത് കർത്താവേ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് കർത്താവ് മറന്നിട്ടൊന്നുമില്ല. പക്ഷെ ഇടയ്ക്ക് നമുക്കറിയാമെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കും. നമുക്കറിയാം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് കർത്താവിനെ നമ്മൾ ഓർമ്മിപ്പിക്കും. ബൈബിൾ വചനങ്ങൾ കോട്ട് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇവനും അറിയാം, ഞാനിത് പറഞ്ഞിട്ടുള്ളത് ഇവനും അറിയാം, ഓർമ്മിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെനസിസ് 30:22. 1-2 സംഭവങ്ങൾ നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ ജെനസിസ് 30:22. വേറൊരാൾ 1 സാമുവേൽ 1:19. ദൈവം റാഫേലിനെ സ്മരിച്ചു. അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന് ഗർഭധാരണം ഇല്ലായിരുന്നു. റാഹേല് വന്ധ്യയായിരുന്നു. റാഹേലിനെ യാക്കോബ് ഒത്തിരി സ്നേഹിച്ചു. പക്ഷേ മിൽക്കിക്കാണ് കൂടുതൽ മക്കളുണ്ടായത്. ഇതൊക്കെ കഴിഞ്ഞ അവസാനം യാക്കോബ് ദൈവത്തിന്റെ മുന്നില് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത വചനം പറയുകയാണ്, ദൈവം റാഹേലിനെ സ്മരിച്ചു, റാഹേലിനെ ഓർത്തു, അവളുടെ വന്ധ്യത മാറ്റിക്കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ചില പ്രാർത്ഥനകള്, നമ്മുടെ ചില പ്രാർത്ഥന കാര്യങ്ങള് ദൈവം ഓർമ്മിക്കുവാൻ, നമ്മളെ ഓർമ്മിക്കുന്നതിനോടൊപ്പം ഇങ്ങനെ ഒരു കാര്യം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി ഉണ്ടെന്നുള്ളത് ഓർമ്മിക്കുവാനും ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 സാമുവേൽ 1:19. 1 സാമുവേൽ 1:19. കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു, ഓർമ്മിക്കുകയും ചെയ്തു. അവിടെയും നമുക്കറിയാം, സാമുവേലിന്റെ അമ്മ അവർ വന്ധ്യയായിരുന്നു, അവൾക്ക് മക്കളില്ലായിരുന്നു. എൽക്കാന അവള് കർത്താവിന്റെ മുമ്പിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവൾ കർത്താവിന്റെ അടുത്ത് വാക്ക് കൊടുക്കുകയാണ്, എനിക്കൊരു കുഞ്ഞുണ്ടാകുന്ന പക്ഷം ആ കുഞ്ഞിനെ ഞാൻ നിനക്ക് വേണ്ടി, ഈ ദേവാലയത്തിൽ നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്ന ഒരു വാക്ക് കൊടുത്ത് തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് അവർ ഭാര്യാഭർത്തമായിട്ടുള്ള കടമകൾ നിർവഹിക്കുമ്പോൾ ദൈവം അവളെ ഓർമ്മിക്കുന്നു, ദൈവം അവളെ സ്മരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ മറക്കുന്നവനല്ല. പക്ഷെ കർത്താവ് നമ്മളെ ഓർക്കുന്നതിന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. കൂടുതലായി ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകുമ്പോഴും, ചില രീതികളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകുമ്പോഴും നമ്മൾ എന്താണെന്ന് അറിയുവാൻ, നമ്മൾ എങ്ങനെയാണെന്ന് അറിയുവാൻ ദൈവം ചിലപ്പോൾ അനുവദിച്ചു തരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഫെയ്ത്ത് നമ്മൾ എത്രത്തോളം നമുക്ക് ഉണ്ടെന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ പറ്റും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കഴുകന്മാരെ പോലെ സാത്താൻ നമ്മുടെ പുറകെ നടക്കും, നമ്മുടെ ഫെയ്ത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി. പക്ഷെ നമ്മുടെ വീണു പോകാതെ നമ്മൾ മുന്നോട്ടാണെന്ന് നമ്മൾ സ്വയം നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. ദൈവത്തിന് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നിൽ നിന്നും മാറില്ല.
പലതരത്തിൽ കഴുകന്മാര് നമ്മളെ പുറകെ വരും. പ്രലോഭനങ്ങൾ പലതരത്തിൽ വരും. നീ എത്രയോ വർഷമായിട്ട് പ്രാർത്ഥിക്കുന്ന, എന്നിട്ട് നിനക്ക് വല്ല ഗുണമുണ്ടായ? നിന്റെ അസുഖം മാറിയ? നിന്റെ മക്കളുടെ പഠിത്തം എന്തായി? ഇതൊക്കെ പറയും, പലരും പലതും പറയും. പക്ഷേ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളിലോ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ കഴിഞ്ഞ വർഷം നമുക്ക് ജൂബിലി വർഷമായിരുന്നു. 2025 ജൂബിലി വർഷം ആഘോഷിച്ചപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഷാർജ ഇടവകയുടെ ജൂബിലി കോർഡിനേറ്റർ ആകുവാൻ വേണ്ടിയിട്ട് മുത്തുവെച്ച് എന്നെ ഏൽപ്പിച്ചു. അപ്പൊ അങ്ങനെ പല ജൂബിലി ഇവന്റുകൾ ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചതില് ഒരു ഇവന്റ് എന്ന് പറയുന്നത് ഈ ഷാർജ ഏരിയയിലുള്ള ദുബായിലുള്ളവരുണ്ടായിരുന്നു കുറച്ചു പേര് ഡിഫറെന്റ്ലി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെയും പേരൻസിനെയൊക്കെ വിളിച്ചു കൂട്ടുന്ന ഒരു ദിവസമാണ് ജൂബിലി ഫോർ ഡിഫറെന്റ്ലി ടാലന്റഡ് എന്ന പേരിട്ടിട്ട് ഞങ്ങളൊരു ജൂബിലി നടത്തി. എന്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് എത്ര കരഞ്ഞിട്ടും എനിക്ക് ഇന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കരച്ചിലേ വരും. അന്ന് വന്ന ഒരു 10-25 പിള്ളേരുണ്ട്. കൊച്ചു പിള്ളേര്, 3 വയസ്സ് 4 വയസ്സ് തൊട്ട് 20 വയസ്സായ 22 വയസ്സായ ആൾക്കാർ വരെയുള്ള പിള്ളേർ. അവരുടെ പേരൻസ് വന്നപ്പോൾ ഞാൻ ആലോചിക്കട്ടെ, ഈ പേരൻസ് ആരെങ്കിലും പാപികളായതുകൊണ്ട്, ഈ പേരൻസ് ആരെങ്കിലും എന്തെങ്കിലും വലിയ ഘോര പാപത്തിലായതുകൊണ്ടാണോ ദൈവം അവർക്ക് ഈ കുഞ്ഞുങ്ങളെ കൊടുത്തത്? അല്ല, ഒരിക്കലുമല്ല. അവരൊരു പക്ഷേ കൂടുതൽ നല്ലവരായതുകൊണ്ടും. ഞാൻ ഏതോ ഒരു സ്ത്രീ ഇങ്ങനെയുള്ള ഒരു കുട്ടിയുടെ അമ്മ ഒരിക്കൽ പറയുന്നത് കേട്ടു, ദൈവം ഒരിക്കൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടി. ആ കുഞ്ഞു പക്ഷേ പൂർണ്ണതയുള്ള കുഞ്ഞായിരുന്നില്ല. ആ ദൈവം ആകാശത്ത് നിന്ന് താഴോട്ട് നോക്കി, ഈ കുഞ്ഞിനെ വളർത്താൻ പറ്റുന്ന നല്ല മാതാപിതാക്കന്മാർ എവിടെയുണ്ട്? അവരെന്നെ കണ്ടിട്ട് ആ കുഞ്ഞിനെ എന്റെ ഉദരത്തിൽ നിക്ഷേപിച്ചു. ഹല്ലേലൂയ. ഇതാണ് പരീക്ഷണങ്ങളെ ഏറ്റെടുക്കുന്ന അമ്മമാര്. ഇതാണ് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന അമ്മമാര്. അന്ന് അവിടെ വന്ന കുട്ടികളുടെയൊക്കെ പേരൻസിനോട് അന്നത്തെ ദിവസം ഒരു ഫുൾ ദിവസം ഇടപഴകി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ, ഞാൻ എന്തുമാത്രം ബ്ലെസ്സഡ് ആണെന്നുള്ളത് ഞാൻ ആലോചിച്ചു. കാരണം ആ കുട്ടികളെ വളർത്താൻ, ആ കുട്ടികളെ നോക്കുവാൻ, ആ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ ഇരുന്ന ആ ദിവസങ്ങൾ, ആ ഒരു മണിക്കൂറുകള് ആ കുട്ടികളെ നോക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. പലതരത്തിലുള്ള കുട്ടികള്, പക്ഷെ എന്തൊക്കെ ടാലന്റുകളാണ് ആ കുട്ടികളിൽ. ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടു പോയത്, അവരെ ഏകദേശം 24 പേരുണ്ട്. ഞങ്ങൾ 24 കുട്ടികളെ ഇങ്ങനെ സർക്കിൾ ചെയ്തിരുത്തി. ഈ 24 പേരുടെ പേരും ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 24 പേരുടെ പേരുകളും അവർ ഒരു പ്രാവശ്യം എഴുന്നേറ്റ് നിന്ന് ഓരോരുത്തർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ 24 പേരുടെ പേരുകളും അവര് ആ പ്രോഗ്രാം തീരുന്നവർ ആ കുട്ടികളാരും മറന്നിട്ടില്ല. ആ കുട്ടികൾക്ക് മാറി മാറി പേരുകൾ അറിയാം. ഒരു പ്രാവശ്യം കേട്ട പേരുകൾ അവർ ഓർമ്മിച്ചു വെക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് ആ പേരുകൾ ആരുടെയും ഓർത്തു വയ്ക്കാൻ പറ്റുന്നില്ല. പലതരത്തിലുള്ള ടാലന്റുകൾ. ചില കുട്ടികൾ വന്നു നിന്ന് ഡാൻസ് ചെയ്യുന്നു, ചിലര് ഗിറ്റാർ വായിക്കുന്നു, ചിലര് കീബോർഡ് വായിക്കുന്നു, ചിലര് പാട്ട് പാടുന്നു, ചിലര് മറ്റു പല ആക്ടിവിറ്റീസ് ടാലൻസ് കാണിക്കുന്നു. പക്ഷേ ദേ ആർ നോട്ട് ആസസ്. പക്ഷെ അവരുടെ സ്നേഹം. അന്ന് ഞാൻ അവസാനം അച്ഛൻ്റെ അടുത്ത് വിടുക, ഞാൻ ഇന്നത്തെ മാസം തീരുമ്പോൾ ഒരു കാര്യം എനിക്ക് വേണം, ഈ കുട്ടികളെ കൊണ്ട് എനിക്ക് റീഡിങ് വായിപ്പിക്കും. കാരണം അവർക്കല്ലാതെ അവസരം കിട്ടത്തില്ല. ഈ കുട്ടികളെ കൊണ്ട് എനിക്ക് പ്രയർ ഓഫ് ഫെയ്ത്ത് വായിക്കണം. അച്ഛൻ പറഞ്ഞു, നിനക്ക് അതിനകത്തുനിന്ന് ഉറപ്പുണ്ടെങ്കിൽ നല്ല പിള്ളേരെ തിരഞ്ഞെടുത്ത് കൂടെ കയറുന്നില്ലേ? അന്ന് അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടികളുടെ പേരൻസ് വന്നിട്ട് പറഞ്ഞ അവരുടെ സന്തോഷം, അവർ പറയാണ്, ഞങ്ങളുടെ കുഞ്ഞ് ഈ ഷാർജ പള്ളിയിലെ ഓൾട്ടറിൽ കയറി വായിക്കുമെന്ന് സ്വപ്നം പോലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇവിടെ നമ്മുടെ വേദനകൾ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കണം, എന്റെ വേദനകൾ ഒന്നുമല്ല, ഇതിനേക്കാളും അപ്പുറം വേദനകളുള്ള കുടുംബങ്ങളുണ്ട്. ഞാൻ അനുഗ്രഹീതനാണ്, ഞാൻ ബ്ലെസ്സഡ് ആണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവം നമുക്ക് തരുന്ന ഓരോ നന്മകളെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ്, ദൈവം എന്നെ ഓർക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് ദൈവത്തിന്റെ കൃപയിലായിരിക്കും നമുക്ക് സാധിക്കുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇങ്ങനെ ചുമ്മാ ജീവിച്ചു പോകാനല്ല. നമുക്കൊരു വിളിയുണ്ട്. ആ വിളി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവർക്ക് എത്തിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റെന്തൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളിലൂടെ ഒരു ആത്മാവിനെയെങ്കിലും നേടുവാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പരാജയമാണ്. റോമാക്കാരുടെ ലേഖനത്തിലെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ ശാപം.
പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാല് ഇതുപോലെ ഞാൻ വന്നതിലൂടെ പറയുന്ന പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും മൈക്ക് കെട്ടി പറയുന്ന പോലെ പ്രഘോഷണം. ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഒരാളിനത്തെങ്കിലും എന്റെ ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ സാധിക്കും. നമ്മൾ അനുഭവിക്കുന്ന ക്രിസ്തുവിനെ പകരാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ അനുഭവമായിട്ട് മാറുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം ഈ 2026 ആദ്യത്തെ മാസത്തെ ഈ ഒരു ഞായറാഴ്ച നമ്മളോടിരിക്കുമ്പോൾ നമുക്ക് കർത്താവിന് വാക്ക് കൊടുക്കാം. നമ്മളെ ഓർമ്മിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ ഓർമ്മിക്കും. നമ്മൾ ഓർമ്മിക്കണം. നമ്മൾ ഓർക്കണം കർത്താവിന്. ഓരോ സെക്കൻഡും ഓർക്കണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓർക്കണം. കാറിൽ കയറുമ്പോൾ ഓർക്കണം. ജോലിക്ക് ഇരിക്കാൻ പോകുമ്പോൾ ഓർമ്മിക്കണം, ഈ ജോലി എനിക്ക് തന്നത് എന്റെ കർത്താവാണ്. കിടക്കാൻ വൈകുന്നേരം കട്ടിലിലോട്ട് പോകുമ്പോൾ ഓർമ്മിക്കണം, ഇന്നത്തെ ദിവസം എന്നെ ജീവനോടെ കാത്തു സൂക്ഷിച്ചത് കർത്താവാണ്. നമ്മൾ ഓർത്ത് തുടക്കി കർത്താവ് തിരിച്ച് നമ്മളെ ഓർമ്മിക്കുന്ന ദൈവമാണ്. അവൻ മറന്നിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ അവൻ നമ്മളെ ഓർമ്മിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ തന്നെ നമ്മൾ നിൽക്കുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ് നമ്മൾ. ജീവിതത്തിന് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. ചിലപ്പോഴൊക്കെ ഞാൻ സിജുനെ വിളിച്ച് എന്റെ പ്രശ്നങ്ങൾ പറയാം. ആരും ചിന്തിക്കരുത് നമുക്കൊന്നും പ്രശ്നങ്ങളില്ലെന്ന്. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഏത് പ്രശ്നങ്ങളിലൂടെ പോകുമ്പോഴും നമുക്ക് ഒരു കാര്യം, ഞാൻ എന്റെ ജീവിതത്തിലെ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞു തരാം. ഞാൻ കടന്നുപോയിട്ടുള്ളതിന്റെ പ്രശ്നങ്ങളെ വെച്ച് എനിക്കിന്ന് ഒന്നുമല്ല. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുന്നതാണ്, എൻ്റെ അടുത്ത് ചിലപ്പോൾ എന്റെ ഭാര്യ ചോദിക്കും, എങ്ങനെ മനുഷ്യ ഇത്രയും സന്തോഷമായിട്ടിരിക്കാൻ പറ്റും? ഞാൻ പറയുന്ന വചനമുണ്ട്, ചെങ്കടല് കടന്നവർക്ക് ജോർദാൻ ഒന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടല് കടത്തി ദൈവം കൊണ്ടുവന്നെങ്കിൽ ഈ ജോർദാൻ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ ദൈവം അനുവദിച്ചു തരുന്നതാണെന്ന് മനസ്സിലാക്കി ഏറ്റെടുത്ത് നമ്മൾ വിശുദ്ധിയോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ പ്രശ്നം നമ്മൾ അതിജീവിക്കുന്നു മാത്രമല്ല, ആ പ്രശ്നത്തിനേക്കാളും വലിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒന്ന് ആരാധിക്കുക കർത്താവിനെ. എന്നിട്ട് ദൈവം നമ്മളെ ഓർമ്മിക്കുന്നതിനെയോ, ദാനിയേല് സിംഹക്കുഴി കിടന്ന് പറഞ്ഞ ആ ഒരു സെന്റൻസ് നമുക്കൊന്ന് ഓർമ്മിക്കാം. എന്റെ കർത്താവേ, നീ എന്നെ ഓർത്തല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളും പറയേണ്ടതാണ്, എന്റെ കർത്താവേ, നീ എന്നെ ഓർത്തല്ലോ. അങ്ങനെ ഓർത്തത് കൊണ്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. അങ്ങനെ ഓർത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ആരോഗ്യത്തോടുകൂടി ഇവിടെ ആയിരിക്കുന്നത്. കർത്താവേ, നീ ഞങ്ങളെ ഓർമ്മിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്ത് ഞങ്ങൾ ഇന്നും ജോലിയോടുകൂടി നിൽക്കുന്നത്. കർത്താവേ, എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയും. അങ്ങ് തന്ന എല്ലാ ദാനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയും. പലപ്പോഴും കർത്താവേ, അങ്ങയുടെ ദാനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഞങ്ങളുടെ കഴിവിൽ അഹങ്കരിച്ചിട്ടുണ്ട്. കർത്താവെ, ഈ ശ്വസിക്കുന്ന വായു പോലും അങ്ങയുടെ ദാനമാണെന്ന് മനസ്സിലാക്കി അങ്ങയെ ആരാധിച്ച് അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, എപ്പോഴും കർത്താവിന്റെ സാന്നിധ്യത്തില് ഞങ്ങളെയും ചേർത്ത് വെക്കണമേ. അമ്മയുടെ കൈകളില് അമ്മ ചേർത്ത് വെച്ചിരിക്കുന്ന ഉണ്ണീശ്വരനോടൊപ്പം ഞങ്ങളെയും ചേർത്ത് വെക്കണമേ. അങ്ങനെ ഞങ്ങളെപ്പോഴും അമ്മയുടെയും ഈശോയുടെയും ഒക്കെ സാന്നിധ്യത്തിലായിരിക്കുവാൻ, ഞങ്ങളും ഈശോയും തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധം, ആത്മീയ ഉടമ്പടി, ഭാര്യാഭർത്തൃ ബന്ധം പോലെ, മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം പോലെ ഞങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ യേശു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ കർത്താവേ, ഇനിയും ബ്രദർ അനേകം ശുശ്രൂഷകൾ ചെയ്യുന്നതിനും ഓരോ ശുശ്രൂഷയിലും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും വരദാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ, അതുവഴി അനേകം മക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും, അതുവഴി സ്വന്തം ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള പ്രതിയും നിത്യരക്ഷയിലേക്കുള്ള വഴിയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും ജീവിത മേഖലകളെയും അടുത്ത കർത്താവി പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും വരദാനങ്ങളും ഉപയോഗിച്ച്
കുടുംബത്തെ നയിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും കർത്താവ് എല്ലാ പ്രവർത്തികളും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യത്തക്ക വിധത്തിൽ കർത്താവ് ഈ കുടുംബത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേലാവട്ടെ. കർത്താവേ, വചനത്തിൽ നൽകുന്ന ശക്തി കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, നമുക്ക് കൊന്നയാഞ്ച് ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയവഞ്ചനാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാടുകളിൽ കർത്താവ് ചെയ്യാൻ കർത്താവേ, വചനങ്ങളുടെ ശക്തി നമുക്കെല്ലാവർക്കും മുട്ടുവേലായിരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുക്കാം. കർത്താവേ, അവിടുന്ന് നൽകിയ വചനങ്ങളുടെ അത്ഭുത ശക്തിയാൽ കർത്താവ് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. നമുക്ക് സന്നിയേട്ടനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. സന്നിയേട്ടന്റെ രോഗാവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, വലിയ കരുണ ഒടുക്കണമേ എന്ന് കർത്താവേ, അതുപോലെ തന്നെ രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളായിരിക്കുന്ന മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ കരുണയാൽ അവിടുന്ന് വഴി നടത്തരുത്. കർത്താവേ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇവയ്ക്കെല്ലാം മേലെ കർത്താവെ അവിടുന്ന് വിജയം നൽകുന്ന കർത്താവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അവിടുന്ന് കൽപ്പിച്ചരുളിയതുപോലെ ഉരുകിയ മനസ്സാണ് അങ്ങേക്ക് സ്വീകാര്യമായി വരും. ഉരുകിയ മനസ്സുകളെ അവിടുന്ന് തിരസ്കരിക്കുകയില്ലെന്ന് കൽപ്പിച്ച കർത്താവ്, ഞങ്ങൾ ഓരോരുത്തരുടെയും ഉരുകിയ മനസ്സുകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ഉരുകിയ മനസ്സുകളെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാക്കോബ് 5:15 വചനത്തിന്റെ അത്ഭുത ശക്തിയാണ്. കർത്താവേ, രോഗികളുടെ മേൽ അവിടുന്ന് കൈകൾ വെച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥന. ഹല്ലേലൂയ. യാക്കോബ് 5:15 വിശ്വസ്തയോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവന് മാപ്പ് നൽകും. കർത്താവ്, സങ്കീർത്തനം 107:20 അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ രക്ഷിച്ചു, അങ്ങനെ വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. കർത്താവ്, വചനങ്ങളുടെ അത്ഭുത ശക്തി പോൽ വ്യാപരിക്കും. ഈ വചനത്തിന്റെ ബ്രദർ പറഞ്ഞതുപോലെ ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ കർത്താവ് അവിടുന്ന് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ മഹത്വ ലോകം മുഴുവൻ പ്രഘോഷിക്കത്തക്ക വിധത്തിൽ കർത്താവെ അവിടുന്ന് അഭിഷേകം ചെയ്തു. ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്തു കർത്താവ്. ഹല്ലേലൂയ. ലോകം മുഴുവൻ കർത്താവെ അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കത്തക്ക വിധത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി ഞങ്ങൾ നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അന്ന് പേര് ചൊല്ലി വിളിച്ച് ഇന്ന് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കാനായി വിളിച്ചു ചേർത്ത എല്ലാ മക്കളെയും കർത്താവ് അങ്ങയുടെ മക്കളെ അങ്ങ് ഞാൻ ഉൾപ്പെടെ എല്ലാവരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ആഗ്രഹിച്ച പോലെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളോടും ഹല്ലേലൂയ കർത്താവെ, അതിന് തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദേവന്മാരെയും പാപത്തിന് പ്രേരിപ്പിക്കുന്ന സകല ദുഷ്ടാരികളെയും നസ്രായന യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അവരുടെ കുരിശുകളിൽ കാഴ്ചപ്പായി ശിവേ അങ്ങയുടെ നീതിക്ക് അനുസൃതമായി അവിടെ പെരുമാറണം. കർത്താവെ, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉച്ച മുതലുള്ള കാല് വരെയുള്ള എല്ലാ അവയവങ്ങൾക്കുള്ളിൽ അവയവങ്ങളെയും കോശങ്ങളെയും ഉച്ച മുതലുള്ള കാല് വരെയുള്ള എല്ലാ ശരീരഭാഗങ്ങൾക്കുള്ളിലെ ശരീരഭാഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്.
ഹല്ലേലൂയ. നിങ്ങൾ ആരാധനയ്ക്കായി അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ മേഖലകളെല്ലാം സമർപ്പിക്കുന്ന കർത്താവ്. ഒപ്പം കർത്താവി അവിടുന്ന് ഞങ്ങൾ അഭിഷേകം ചെയ്തുകൊണ്ട് കർത്താവ് ഞങ്ങൾ ഓരോരുത്തരുടെ മേലും കർത്താവെ അവിടുന്ന് ചുരിയാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അല്പനേരം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 അവിടുന്ന് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എബ്രായർ 11:1 വചനത്തിന്റെ അത്ഭുത ശക്തി പോൽ ഞങ്ങളിൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് ചോദിക്കുന്ന നിനക്ക് വിശ്വാസമുണ്ടോ? നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് സംഭവിക്കും കർത്താവേ. അത് സംഭവിക്കുക തന്നെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ. എബ്രായർ 11:1 വിശ്വാസം എന്നാൽ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ടെന്നുള്ള ബോധ്യവുമാണ് കർത്താവ്. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ കർത്താവ് ഞങ്ങളുടെ മേഖലകളിൽ കർത്താവ് വിശ്വാസം നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ കർത്താവ് വിശ്വാസത്താൽ ഞങ്ങൾ ആഴപ്പെടുത്തണമേ കർത്താവ്. അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തക്ക വിധത്തിലെ വിശ്വാസം അവിടുന്ന് ബ്രദറിലൂടെ പറഞ്ഞതുപോലെ കർത്താവ് ഒരു ശരീരവും ഒരു ആത്മാവും കൂടി കർത്താവ് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങയുടെ ചേർന്നിരിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ കർത്താവ്. ഞങ്ങളുടെ ശരീരങ്ങളെ അങ്ങയുടെ ശരീരത്തോട് ചേർത്ത് വയ്ക്കുന്ന കർത്താവ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ആന്തരിക മുറിവുകളെ കർത്താവ് അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുറിവിനാൽ ചേർത്ത് വയ്ക്കുന്ന കർത്താവ് അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഉണക്കിക്കൊണ്ട് കർത്താവ് സ്വതന്ത്രമായി ചിന്തിക്കുവാനും യേശുവിന് വേണ്ടി പ്രവർത്തിക്കത്തക്ക വിധത്തിൽ ഞങ്ങൾ എത്തിപ്പെടുന്ന എല്ലാ മേഖലകളിലും ലോകം മുഴുവനിലും അങ്ങയെ പ്രഘോഷിക്കുവാൻ അങ്ങയുടെ മഹത്വത്തെ പ്രഘോഷിക്കത്തക്ക വിധത്തിൽ കർത്താവെ കൃപ നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണം കർത്താവ്. വീട്ടിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കണ്ണുകളെ നാവുകളെ പഞ്ചേന്ദ്രിയങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ സന്നിധിയിലായിരിക്കത്തക്ക വിധത്തില് കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും യെശയ്യാ 59:1 വചനത്തിന്റെ അത്ഭുത ശക്തി പോൽ വ്യാപരിക്കട്ടെ കർത്താവെ. രക്ഷിക്കാനാവാത്ത വിധം എന്റെ കൈകൾ കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടുമില്ല. പിന്നെയോ നിന്റെയും എന്നെയും അകറ്റിയിരിക്കുന്ന നമ്മുടെ പാപങ്ങൾ അകൃത്യങ്ങളുമാണെന്ന് കർത്താവ്. ഞങ്ങളുടെ പാപങ്ങളുടെയും അകൃത്യങ്ങളുടെയും കരുണയായിരുന്നു കൊണ്ട് കർത്താവേ ഹല്ലേലൂയ. കരുണയായിരുന്നു കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുകയും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ഹല്ലേലൂയ. അങ്ങ് 2 ദിനവൃത്താന്തം 7:15 വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് ഞാൻ കണ്ണും കാതും ജാഗരൂകമാക്കും കർത്താവെ. എന്തെങ്കിലും തടസ്സങ്ങൾ ഞങ്ങളിൽ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അവയെല്ലാം കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവപിതാവേ അങ്ങയെ ആരാധിക്കുന്നു സുധാകരം സർവം ശാന്തി മുൻപിലാണ് മുൻപിടം സർവം ശാന്തി മുൻപിലാണ് ആരാധിക്കും